കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ മിന്നൽ റെയ്ഡ് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. എക്സാലോജിക് സൊല്യൂഷൻസ് CMRL സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ED സംഘം ഇന്ന് രാവിലെ റെയ്ഡ് ആരംഭിച്ചത്. ഇന്ന് രാവിലെ തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ 10ഓളം വിവിധ കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ മിന്നൽ പരിശോധനകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വസതിയിലും അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വസതിയിലും ഒരേ സമയം ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി. ഇതിനു പുറമെ മുൻ മന്ത്രിയും പിണറായി വിജയന്റെ മരുമകനുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലുള്ള വസതിയിലും ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. CMRL MD ശശിധരൻ കർത്തയുടെ വസതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. റെയ്ഡ് നടക്കുന്ന സമയത്ത് പിണറായി വിജയനും മകൾ വീണ വിജയനും തിരുവനന്തപുരത്തെ വസതിയിൽ ഉണ്ടായിരുന്നു. അതേസമയം രാവിലെ 6 മണിയോടെ ED ഉദ്യോഗസ്ഥർ കണ്ണൂരിലെ വസതിയിൽ എത്തിയപ്പോൾ വീട് അടഞ്ഞുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു. തുടർന്ന് കെയർടേക്കറെ വിളിച്ചു വരുത്തി വാതിൽ തുറപ്പിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ ഉള്ളിൽ പ്രവേശിച്ച് പരിശോധന ആരംഭിച്ചത്. കേന്ദ്രസേനയുടെ കനത്ത കാവലിൽ നടന്ന ഈ റെയ്ഡുകൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എക്സാലോജിക് സൊല്യൂഷൻ CMRL സാമ്പത്തിക ഇടപാടുകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുടെ അടിസ്ഥാനം കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ്സ് എന്ന സ്വകാര്യ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന IT കമ്പനിക്ക് നിയമവിരുദ്ധമായ രീതിയിൽ വലിയൊരു തുക കൈമാറി എന്ന ഗുരുതരമായ ആരോപണമാണ്. 2017-18 മുതൽ 2019-20 വരെയുള്ള 3 സാമ്പത്തിക വർഷങ്ങളിലായി ഏകദേശം 1.72 കോടി രൂപ CMRLൽ നിന്നും എക്സാലോജിക് സൊല്യൂഷൻസിന് ലഭിച്ചതായി ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതോടെയാണ് ഈ വിഷയം പുറത്തറിയുന്നത്. IT കമ്പനി CMRLന് യാതൊരു തരത്തിലുള്ള സേവനങ്ങളോ കൺസൾട്ടൻസിയോ നൽകിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ തുക കൈമാറിയതിലെ ദുരൂഹതയാണ് അന്വേഷണ ഏജൻസികളെ ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചത്. ഈ സാമ്പത്തിക ഇടപാട് ഒരു സാധാരണ ബിസിനസ് ഇടപാടല്ലെന്നും മറിച്ച് മറഞ്ഞ അജണ്ടകളോടെയുള്ള കൈക്കൂലിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണെന്നുമുള്ള ശക്തമായ ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ വിഷയം അതീവ ഗൗരവകരമായി കണ്ടുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉൾപ്പെടെയുള്ള ഉന്നത കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ദീർഘനാളായി ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിവരികയായിരുന്നു. CMRLനെതിരെയുള്ള ഈ കള്ളപ്പണ ആരോപണങ്ങളും ഹൈക്കോടതിയുടെ നിയമ നടപടികളും ചേർന്നതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ശക്തമായ ഇടപെടലുകൾ നടത്താനും ഇന്ന് രാവിലെ ഒരേ സമയം റെയ്ഡുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചത്. ഈ റെയ്ഡിന്റെ വഴിയൊരുക്കിയത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നുണ്ടായ നിർണായകമായ ഒരു വിധിയാണ്. EDയുടെ അന്വേഷണ നടപടികൾക്കെതിരെയും സമൻസിനെതിരെയും CMRL സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ED സമൻസുകളെ ചോദ്യം ചെയ്യാനാവില്ലെന്നും വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത്. ഇതോടെ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ EDക്ക് തടസ്സങ്ങളില്ലാതെയായി. റെയ്ഡ് നടക്കുന്നതിനിടെ കണ്ണൂരിലും കോഴിക്കോടും CPM പ്രവർത്തകർ വലിയ തോതിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കലിനായി EDയെ ഉപയോഗിക്കുന്നുവെന്നാണ് CPM ആരോപിക്കുന്നത്. വളഞ്ഞിട്ടടിച്ചാലും സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല എന്ന് മുഹമ്മദ് റിയാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. അതേസമയം ഇത് നിയമപരമായ അന്വേഷണമാണെന്നും രാഷ്ട്രീയമായി ഇതിന് ബന്ധമില്ലെന്നുമാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. ED സംഘം വീണ വിജയനിൽ നിന്നും CMRL ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമെന്നാണ് സൂചന. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു കേസാണിത്. ഈ സംഭവ വികാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിതത്വത്തിനും ചർച്ചകൾക്കും വഴിയൊരുക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങളുടെയും വസതികളിൽ നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. നിയമ നടപടികൾ നിയമപരമാണെന്ന് അധികൃതർ വാദിക്കുമ്പോൾ രാഷ്ട്രീയ പകപോക്കലാണിതെന്ന് ആരോപിച്ച് CPM ശക്തമായി രംഗത്തു വന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും കളമൊരുക്കും. അന്വേഷണ ഏജൻസികൾ ശേഖരിക്കുന്ന തെളിവുകളും വരാനിരിക്കുന്ന ചോദ്യം ചെയ്യലുകളും ഈ കേസിന്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്നതും ഒപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഈ സംഭവം സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും ഏവരും ഉറ്റുനോക്കുകയാണ്.